നന്മയിലൂടെ സഞ്ചരിക്കുകയും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുകയും ചെയ്യുന്നവരാണ് ആരാണോ അവർക്ക് റഹ്മാനായ അള്ളാഹു നാളെ പരലോകത്ത് ഉന്നതമായ സ്ഥാനം നൽകുന്നതാണ്, അഥവാ സ്വർഗം നൽകുന്നതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കനിഞ്ഞരുളിയ ഈ ആയുസ് പാഴ് വർത്തമാനങ്ങളിലും മോശമായ പ്രവർത്തനങ്ങൾക്കും വേണ്ടി സമയം ചെലവഴിക്കുകയാണ് എങ്കിൽ ഈ ലോകത്തും നഷ്ടമായിരിക്കും, നാളെ കാലാകാല ആഖിറത്തിലും നഷ്ടമായിരിക്കും. പരിശുദ്ധ ദീൻ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും സമാധാനം നൽകുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. പരിശുദ്ധ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു ആദ്യമായിട്ട് നൽകുന്ന സൗഭാഗ്യമാണ് സമാധാനം, ഹൃദയത്തിലുള്ള സമാധാനം എന്നുള്ളത്. ഞാനിവിടെ പാരായണം ചെയ്ത ആയത്തിന്റെ അർത്ഥം ഇപ്രകാരമാണ്: മൻ അമില സ്വാലിഹൻ മിൻകും മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. ആര് അല്ലാഹുവിൽ വിശ്വസിക്കുകയും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. ഏതവസ്ഥയിലാണ്? ഈമാനുള്ള അവസ്ഥയിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുകയും പ്രവാചകന്മാരിലും കിതാബുകളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുണ്ടോ? അള്ളാഹു പറയുന്നു, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ. അള്ളാഹു ഈ ദുനിയാവിൽ പരിശുദ്ധമായ ജീവിതം അള്ളാഹു തആല നൽകുന്നതാണ്. പരിശുദ്ധമായ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒന്നാമതായിട്ട് അള്ളാഹു നൽകുന്ന സൗഭാഗ്യമാണ് ഹൃദയ സമാധാനം എന്നുള്ളത്. നമുക്കറിയാം, ഈ ചുറ്റുപാടിൽ എല്ലാവർക്കും ക്ലേശവും സങ്കടവും സമാധാനം നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ്. ആത്യന്തികമായിട്ടും മനസ്സിലാക്കേണ്ടത്, ഈ സമാധാനം നഷ്ടപ്പെട്ടതിന്റെ ഒന്നാമത്തെ കാരണം പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളെ ലംഘിച്ച് ജീവിച്ചതിന്റെ പേരിലാണ്. ഇത്തരത്തിലുള്ള മാനസികമായ പരീക്ഷണം അല്ലാഹു തആല നൽകുന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഒരു സഹാബി വര്യൻ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയുണ്ടായി. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയുണ്ടായി, യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അദ്ദുനിയ ഖദ് അദ്ബറത് അന്നി, ഈ ദുനിയാവ് എന്നിൽ നിന്നും പിന്തിരിഞ്ഞു പോവുകയാണ്. വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്, വലിയ പ്രയാസത്തിലാണ് ജീവിക്കുന്നത്. എന്താണ് പരിഹാരം? പുന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, പ്രഭാതത്തിന്റെ ആരംഭത്തിൽ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ 100 പ്രാവശ്യം ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ബറക്കത്ത് അല്ലാഹു തആല നൽകുന്നതാണ്. അല്ലാഹു ദുനിയാവിന്റെ വിഷയങ്ങളിൽ അല്ലാഹു വിശാലത നൽകുന്നതാണ്. കുറെ നാളുകൾക്ക് ശേഷം അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പുന്നാര റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, അങ്ങ് പറഞ്ഞത് പ്രകാരം പ്രഭാതത്തിന്റെ ആരംഭത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ ഞാൻ പതിവാക്കി 100 പ്രാവശ്യം ചൊല്ലുവാൻ ആരംഭിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ദുനിയാവിന്റെ വിഭവങ്ങൾ കൊണ്ട് എന്റെ വീട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിന്റെ സ്മരണയിലൂടെ മാത്രമാണ് ഹൃദയങ്ങൾക്ക് അല്ലാഹു തആല സമാധാനം നൽകുന്നത്. സങ്കീർണമായ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും അത്യാധുനിക സൗകര്യങ്ങൾ മറുഭാഗത്ത് നിലയുറപ്പിക്കുമ്പോഴും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകുമ്പോഴും ഒരു മനുഷ്യന് സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനെ സ്മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദാരിദ്ര്യമാണ് നിങ്ങളെ തലോടുന്നത് എങ്കിൽ, സമ്പന്നതയാണ് നിങ്ങളുടെ മുമ്പിലൂടെ സഞ്ചരിക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് സമാധാനം ലഭ്യമാകുന്നതാണ്. ഹൃദയ സമാധാനത്തിന് കുറെ സമ്പത്തുള്ളതിന്റെ പേരിൽ ഒരു മനുഷ്യന് സമാധാനം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ പരിശുദ്ധ ഖുർആനോ പറഞ്ഞിട്ടില്ല.
പരിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയുവാൻ സാധിക്കും, പരിശുദ്ധമായ ദീൻ അനുസരിച്ച് ഖുർആനിന്റെയും ഹദീസിന്റെയും കൽപ്പനകൾ ആരാണോ സമ്പൂർണമായിട്ടും അനുസരിക്കുന്നത് അവർക്ക് സമാധാനം ലഭിക്കുന്നതാണ്. ഇനി സമ്പത്തിന്റെ പേരിലോ അധികാരത്തിന്റെ പേരിലോ സ്വാധീനത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു മനുഷ്യന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമാധാനം നൽകുമായിരുന്നുവെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള ഫിർഔനിനും ഖാറൂനിനും ഹാമാനിനും കിട്ടണമായിരുന്നു, നമ്രൂദിന് കിട്ടണമായിരുന്നു. ദുനിയാവിന്റെ സുഖ സൗകര്യങ്ങളും സർവ്വ സുഖങ്ങളും ആസ്വദിച്ച് ദുനിയാവിൽ ജീവിക്കാൻ സൗകര്യം കൊടുത്ത വ്യക്തിത്വങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവരെ സംബന്ധിച്ച് പറഞ്ഞു പരാജിതർ എന്നാണ്. അരിസ്റ്റോട്ടിൽ ഒനാസിസ് എന്ന് പറയുന്ന വലിയൊരു സമ്പന്നനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 മക്കളാണ്, അലക്സാണ്ടർ ഒനാസിസ് അതുപോലെ ക്രിസ്റ്റീന ഒനാസിസ്. ക്രിസ്റ്റീന ഒനാസിസ് എന്ന് പറയുന്ന മകൾ ഈ ഒന്നാമത്തെ സന്താനം മരണപ്പെട്ടു പോയതിന്റെ പേരിൽ തന്നെ ഈ ലോക സമ്പന്നനായ ഈ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ ക്രിസ്റ്റീന ഒനാസിസ് എന്ന് പറയുന്ന ഈ മകളിലേക്ക് തന്നെ മുഴുവൻ സമ്പത്തും രൂപപ്പെടുകയുണ്ടായി, കുമിഞ്ഞുകൂടുകയുണ്ടായി. അരിസ്റ്റോട്ടിൽ ഒനാസിസിന്റെ മുഴുവൻ സമ്പത്തിന്റെയും ഉടമയായിട്ട് ഈ മകൾ മാറി. അന്ന് പ്രായം 18 അല്ലെങ്കിൽ 25 വയസ്സിനിടയിൽ മാത്രമാണ് പ്രായം. വലിയ സമ്പന്നനായ ക്രിസ്റ്റീന ഒനാസിസ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം സമുദ്രതീരത്ത് നിൽക്കുമ്പോൾ കപ്പൽ സഞ്ചരിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞു അതുപോലൊരു കപ്പൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ജീവിച്ചിരുന്ന പിതാവ് ആ മകൾക്ക് സമ്മാനമായിട്ട് കപ്പൽ നൽകിയെന്ന് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതോ ഒരു രാജ്യത്ത് പോകുമ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ചെല്ലുമ്പോൾ ഈ ക്രിസ്റ്റീന ഒനാസിസിന് സെപ്പറേറ്റ് സ്വിമ്മിംഗ് ഡ്രസ് ഉണ്ട്. അത് എടുക്കാൻ മറന്നതിന്റെ പേരിൽ തന്റെ സേവകനെ ഒരു ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് സ്വന്തം വസതിയിലേക്ക് വിടുകയും തിരികെ കൊണ്ട് കൊടുത്തു എന്നൊക്കെയാണ് അവരുടെ സാമ്പത്തികമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ ഇത്രയും ലോക സമ്പന്നയായ ക്രിസ്റ്റീന ഒനാസിസ് എന്ന് പറയുന്ന ഈ സ്ത്രീ പിൽക്കാലത്ത് ആത്മഹത്യ ചെയ്തതായിട്ട് ചരിത്രത്തിൽ പറയുകയാണ്. ഇവരോട് ഇന്റർവ്യൂയിലൂടെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഈ ദുനിയാവിൽ ഈ ഭൂമി ലോകത്ത് ഏറ്റവും വലിയ സുഖങ്ങളും ആഡംബരങ്ങളും ജീവിച്ച സൗഭാഗ്യയായ സ്ത്രീയാണല്ലോ നിങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ ക്രിസ്റ്റീന ഒനാസിസ് പറഞ്ഞത്, ഐ ആം സെർച്ചിങ് ഫോർ ഹാപ്പിനെസ്. ഈ ഭൂമി ലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, സന്തോഷമാണ് എന്ന് ആ സ്ത്രീ പറയുകയുണ്ടായി. ഇന്ത്യ രാജ്യത്ത് തന്നെ കിങ് ഫിഷറിന്റെ മുതലാളി നമുക്കറിയാം, വിജയ് മല്യ എത്രയോ വലിയ സമ്പത്തിന്റെ ഉടമസ്ഥനാണ്. ഏറ്റവും അവസാനം ഈ രാജ്യം വിട്ട് നാടുവിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അദ്ദേഹം മാറി. സമാധാനം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ സമ്പത്തിന് യാതൊരു കുറവുമില്ല. സമ്പത്തോ അധികാരമോ സ്വാധീനമോ ഉള്ളതിന്റെ പേരിൽ ഒരു മനുഷ്യനും സമാധാനം ലഭിക്കുകയില്ല. സമാധാനം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിൽ ഉറച്ചു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാഹി തമ്പുരാനെ തന്നെ സത്യം, നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമാധാനം നൽകുന്നതാണ്. ഓരോ കുടുംബങ്ങളിലും പ്രശ്നമാണ്, ഓരോ മക്കളുടെ വിഷയങ്ങളിലും ആശങ്കയാണ്. സാമ്പത്തികമായ പ്രശ്നം, മാനസികമായ പ്രശ്നം, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, സമാധാനം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഈ ഭൂമി ലോകത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മനുഷ്യരുടെ മുമ്പിൽ പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്, നിങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെ അനുസരിക്കുകയും അതിലൂടെ നിങ്ങൾ സഞ്ചരിക്കുകയും ചെയ്യുക, യാത്ര ചെയ്യുകയും ചെയ്യുക. ومن أعرض عن ذكري فإن له معيشة ضنقا. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ത്വാഹയിലൂടെ അല്ലാഹു പറഞ്ഞു, ആരാണോ അള്ളാഹുവിന്റെ സ്മരണയും വിട്ട് പിന്തിരിഞ്ഞ് സഞ്ചരിക്കുന്നത്, അതായത് നമസ്കരിക്കാതെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ മസ്ജിദുകളിൽ നിന്നും എല്ലാ 5 വഖത്ത് സമയങ്ങളിലും ബാങ്ക് കേൾക്കുമ്പോൾ പിന്തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യനോട് അള്ളാഹു പറയുകയാണ്, ആരാണോ ആ ദീനിൽ നിന്നും പിന്തിരിഞ്ഞ് സഞ്ചരിക്കുന്നത്, വമൻ അഅറള അൻ ദിക്രി, എന്റെ സ്മരണയും വിട്ട് ആരാണോ ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ഫഇന്ന ലഹു മഈശതൻ ലൻക, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ജീവിതങ്ങളിൽ ഇടുക്കം നൽകുന്നതാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണർത്തുകയാണ്. ചുരുക്കത്തിൽ പരിശുദ്ധമായ ദീൻ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ഒന്നാമതായിട്ട് നൽകുന്ന സമ്മാനമാണ് ഹൃദയ സമാധാനം എന്നുള്ളത്. അല്ലാഹു മനസ്സിലാക്കാൻ